നമസ്കാരം, ഞാൻ എബി വിജയ്. നെറ്റ്സ് ആൻഡ് ഗുഡ്സ് ഓട്ടോമോട്ടീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീമിയം ഹാഷ്ബാക്ക് സെഗ്മെന്റിൽ നമ്മുടെ i20യും ബലേനോയും അതുപോലെ ജാസും ഒക്കെ അടക്കി വാണ്ടുന്ന ഒരു കാലത്ത് പെട്ടെന്നൊരു ദിവസം ടാറ്റ കൊണ്ടിറക്കുന്ന ഒരു കാറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടാറ്റ ആൽട്രോസ്. നമ്മുടെ വരുന്നത് ഡാർക്ക് എഡിഷനിലുള്ള i-Turbo എന്നുള്ളൊരു വേരിയന്റ് ആണ്. ആൽട്രോസ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ശരിക്കും ജനുവരി 2020 ജനുവരി 2020 തുടങ്ങി ടിൽ ഡേറ്റ് നമ്മൾ കണക്ക് നോക്കുമ്പോൾ അറൗണ്ട് 2,40,000 യൂണിറ്റ് ആണ് ആൽട്രോസ് ഓവറോൾ ഇന്ത്യയിൽ വിറ്റിരിക്കുന്നത്. ടാറ്റ ആൽട്രോസിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി ഓഫ് എഞ്ചിൻസ് ആണ് ശരിക്കും ടാറ്റ ഇതിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം ആൽട്രോസിന് വരുന്നത് ശരിക്കും ഡീസൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ നോർമൽ പെട്രോൾ വരുന്നുണ്ട്, പെട്രോൾ തന്നെ ടർബോയും വരുന്നുണ്ട്, അതുപോലെ CNGയും വരുന്നുണ്ട്. ആൽട്രോസിന്റെ കളറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ശരിക്കും 5 നോർമൽ കളേഴ്സ് ആണ് വരുന്നത്. അതായത് വൈറ്റ്, ഗ്രേ, ബ്ലൂ, അതുപോലെ തന്നെ റെഡ്, പിന്നെ അതുപോലെ ഒരു ഗോൾഡൻ കളർ. ശരിക്കും നമ്മൾ ഇന്നിവിടെ കാണുന്നത് ശരിക്കും ആൽട്രോസിന്റെ ഡാർക്ക് എഡിഷൻ ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. അത് ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് പ്രത്യേകം ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞാണ് ശരിക്കും ടാറ്റ എല്ലാ കാറുകളിലും ഇറക്കുന്നത്. ഡാർക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങളാണ് ടാറ്റ അതിനകത്ത് ശരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് കാറിലേക്ക്. അതായത് ഡാർക്ക് എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്രോം എലമെന്റ്, നോർമൽ കാറുകളിൽ വരുന്ന ക്രോം എലമെന്റ് ഇതിൽ കുറച്ചുകൂടി ഡാർക്ക് ആൻഡ് ആയിരിക്കും. ടയർ വരുന്നത്, അതായത് നമ്മുടെ അലോയ് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു അല്പം ഗൺമെറ്റൽ കൂടി, അതായത് ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു ഗൺമെറ്റൽ കൂടി ഒരു കളർ ഷെയ്ഡിലാണ് ശരിക്കും അതിന്റെ ആ ഒരു അലോയ് വീൽസ് വരുന്നത്. പിന്നെ അതുപോലെ ബാൾജിങ്സ് ഒക്കെ ഫുള്ളി ബ്ലാക്ക് ആയിരിക്കും. ആ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു ഡാർക്ക് എഡിഷനെ ശരിക്കും ടാറ്റ അലങ്കരിച്ചിരിക്കുന്നത്. ടാറ്റ ആൽട്രോസിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3990 ആണ്. അതുപോലെ ഈ വാഹനത്തിന്റെ വിഡ്ത്ത് വരുന്നത് 1755 ആണ്. ഹൈറ്റിന്റെ കാര്യം നോക്കുമ്പോൾ 1523 ആണ് ഈ വാഹനത്തിന്റെ ഹൈറ്റ് വരുന്നത്. വീൽ ബേസിലേക്ക് വരുമ്പോൾ 2501 ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ 165 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ 345 ലിറ്റർ ആണ് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, അതായത് ആൽട്രോസിന് നമുക്ക് ശരിക്കും ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഇന്ന് കാണുന്നത് i-Turbo എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അപ്പോൾ i-Turboയുടെ എഞ്ചിന്റെ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ പവർ ഫിഗേഴ്സ് വരുന്നത് 110 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 140 Nm ആണ് ടോർക്കും വരുന്നത്. ഇനി ഇതേ വാഹനത്തിന് തന്നെ നോർമലി ഉള്ള നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് ശരിക്കും ടാറ്റ അതിനിട്ടിരിക്കുന്ന പേര് തന്നെ 1.2 റിവോട്രോൺ എഞ്ചിൻ എന്നാണ് പറയുന്നത്. ആ ഒരു വാഹനത്തിന്റെ പവർ ഫിഗർ നമ്മൾ നോക്കുവാണെങ്കിൽ 88 bhp, അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 115 Nm ആണ് ടോർക്ക് വരുന്നത്. അതുപോലെ തന്നെ ടാറ്റ ആൽട്രോസിന് ഇപ്പോഴും നമുക്കൊരു ഡീസൽ എഞ്ചിൻ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഡീസൽ എഞ്ചിൻ നോക്കുവാണെങ്കിൽ 1500 cc ഡീസൽ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതിന്റെ പവറിലേക്ക് നമ്മൾ വരുമ്പോൾ അറൗണ്ട് 90 bhp ആണ് ആ ഒരു വെഹിക്കിളിന്റെ പവർ വരുന്നത്. അതുപോലെ അതിന്റെ എണ്ണം വരുന്നത് അന്യായമാണ്. 200 Nm ടോർക്ക് വരുന്ന ഒരു എഞ്ചിനാണ് ആ ഒരു വെഹിക്കിളിന് വരുന്നത്. അതുപോലെ ഇപ്പോൾ റീസെന്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ശരിക്കും ആൽട്രോസിന് CNG കൂടി വരുന്നുണ്ട്. CNG നമ്മുടെ നോർമലി ഉള്ള പെട്രോൾ എഞ്ചിനിൽ ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആൽട്രോസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ ഒന്ന് നോക്കാം. ആൽട്രോസിന്റെ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ശരിക്കും അകത്തിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ചോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിലാണ് ആൽട്രോസിന്റെ ആ ഒരു ഗ്ലാസിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അകത്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ മേളിലേക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു ഗ്ലാസിന്റെ ഡിസൈൻ വരുന്നത്. പിന്നെ 2 വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കവറേജ് ആണ് ആ ഒരു വൈപ്പേഴ്സിന് വരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് അതും ഒരു നല്ല ഡിസൈൻ, നല്ലൊരു അടിപൊളിയാക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. ഈ ഭാഗത്താണ് ഇതിന്റെ ഗ്ലാസ് വാഷേഴ്സ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബോണറ്റ് ഏരിയ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതിലും അത്യാവശ്യം നല്ലൊരു പവർ ബൾജസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെടുനീളനായിട്ട് ഫ്രണ്ടിങ് അറ്റം തൊട്ട് അവിടം വരെ അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അത് ആ ഫ്രണ്ടിലത്തെ ഡിസൈനെ എടുത്തു പറയേണ്ട ഒരു ഫാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് താഴെയായിട്ട്, അതായത് ഹെഡ്ലൈറ്റിന് താഴെയായിട്ട് ആ ഒരു ക്രോം എലമെന്റ്, ആ ഒരു ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് ക്രോം എലമെന്റും നല്ല നീറ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ നമ്മുടെ പിയാനോ ബ്ലാക്കിനെ ആ ഒരു ക്രോമിന്റെ ഇടയിലായിട്ടാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ശരിക്കും ആൽട്രോസിന് ആ ഒരു ഭംഗി നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫാക്റ്റ് ആണ്. അതിൽ നമുക്ക്
പ്രൊജക്ടർ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് വെച്ചിരിക്കുന്നത്. പ്രൊജക്ടറും അതുപോലെ നോർമൽ ഹാലജനും ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ്. പ്രൊജക്ടറിനകത്തും അത് ഹാലജൻ ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. അത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ആ ഒരു ഹെക്സണൽ ഷേപ്പിലുള്ള ആ ഒരു മെഷ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ടാറ്റയുടെ ഒരു വലിയ ലോഗോ വരുന്നുണ്ട് ക്രോമിൽ. പിന്നെ ഇതിൽ ഈ കാണുന്ന ഐ ടർബോ എന്നുള്ളത് രണ്ടാമത് അതിൻ്റെ ഓണർ ഒട്ടിച്ചതാണ്. കാര്യം ബാക്കിൽ നോക്കുമ്പോൾ ഐ ടർബോ കാണാൻ പറ്റും, പക്ഷേ അവൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പറഞ്ഞ് പുള്ളിക്ക് അങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം ലിപ്പ് ഏരിയ, വലിയൊരു ലിപ്പ് ഏരിയ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. താഴെയും വലിയൊരു എയർ ഡാം ഏരിയയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. അതും ആ ഒരു എന്താ പറയുക ഗാർണിഷ്, പ്ലാസ്റ്റിക് ഗാർണിഷ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ആ ഒരു സാധാരണ നമ്മൾ എല്ലാ വാഹനത്തിനും കാണുന്നത് താഴത്തെ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഫോഗ് ലാമ്പ് കാണുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഹെഡ് ലാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഫോഗ് ലാമ്പ് നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ ഒരു DRL സെറ്റപ്പ് കൂടെ ഈ വെഹിക്കിളിന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് വേറെ സവിശേഷത ഉണ്ട്. അതായത് ഒരു കോർണർ ബ്ലൈൻഡ് ഡിറ്റക്ഷൻ കൂടെ വരുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് ഹെഡ്ലൈറ്റ് ഓണായി നിൽക്കുന്നത്, അത് രാത്രി സമയത്ത് ഹെഡ്ലൈറ്റ് ഓണായി നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഫോഗ് ലാമ്പ് ഇട്ടിട്ടില്ലെന്ന് വെച്ചോളൂ, ആ സമയത്ത് നമുക്ക് ഈ ഫോഗ് ലാമ്പ് ആ ഒരു സമയത്ത് ഓൺ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിയുമ്പോൾ കുറേ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാത്ത ഭാഗങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈറ്റ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നതാണ്. അതാണ് ശരിക്കും കോർണർ ബ്ലൈൻഡ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൈഡിലേക്ക് പോവാം. സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു 2 ഘടകങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അതിൻ്റെ ആ ഒരു അലോയ് വീല് തന്നെയാണ്. 16 ഇഞ്ച് സെക്ഷനിൽ വരുന്ന ആ ഒരു അലോയാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഡാർക്ക് എഡിഷനിൽ. നോർമൽ ആൾട്രോസിനും ഇതേ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഡാർക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ ഒരു അല്പം കൂടി അത് ഡാർക്ക് ആവുന്നുണ്ട്, ആ പേര് പോലെ തന്നെ. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡാർക്ക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ആണ്. അതും വളരെ നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാൻ. ശരിക്കും ഡാർക്ക് എഡിഷൻ നമുക്ക് എടുത്തറിയുന്നത് ആ ഒരു ബാഡ്ജിങ്ങിലാണ്. പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഒരു നോർമലി ഉള്ള, അതായത് ശരിക്കും ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഫിനിഷിലാണ്. അത് ഡാർക്ക് എഡിഷൻ ആണെങ്കിലും അല്ലെങ്കിലും ആൾട്രോസിന് വരുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് ശരിക്കും ആ ഒരു റിയർ വ്യൂ മിറർ വരുന്നത്. അത്യാവശ്യം വലിയൊരു റിയർ വ്യൂ മിറർ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. പിന്നെ ആൾട്രോസിന് ഏത് മോഡലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ സിസ്റ്റം നമ്മുടെ റിയർ വ്യൂ മിററിൽ വരുന്നില്ല. അതിന് പകരം നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ബോഡിയിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ്. നമ്മുടെ ആ ഒരു ക്വാർട്ടർ പാനൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ആ രീതിയിൽ വരുന്നത്. പിന്നെ അതുപോലെ ആ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും വളരെ രസമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ആ ഒരു കട്ട്സ് ആൻഡ് ഗ്രീസസ് ഒക്കെ ആ ഒരു ഡിസൈനെ നമ്മൾ എടുത്ത് പറയുന്ന ഒരു ഫാക്ട് തന്നെ വേണം ശരിക്കും ആൾട്രോസിന്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ടാറ്റ ഇത്രത്തോളം ജനപ്രിയ വാഹനമായി ഇപ്പോൾ ടാറ്റ തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വേണം പറയാം. കാര്യം ആൾട്രോസിനാണെങ്കിൽ പോലും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ആ ഒരു SUV സ്റ്റാൻസ് ആ ഒരു വെഹിക്കിളിന് നമുക്ക് അതും തോന്നുന്നുണ്ട്. കാര്യം ആ വീൽ ആർച്ചസിന്റെ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ആ ഒരു ബൾജസ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണം ശരിക്കും പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മിററിലേക്ക് വരുമ്പോൾ ഈ ആ ഒരു ക്രോം എലമെന്റ് കൂടി അതിന് കൊടുക്കുന്നുണ്ട്. ആ ക്രോം എലമെന്റും അതിനും ആ ഒരു രസം കൊടുക്കുന്നുണ്ട് ശരിക്കും ഡാർക്ക് എഡിഷനിൽ. അതുപോലെ ഈ വാഹനത്തിന്റെ വിൻഡോ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരല്പം താഴ്ന്ന രീതിയിലുള്ള ഒരു വിൻഡോ ലൈനാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ലൈൻ തന്നെയാണ് വരുന്നത്. പക്ഷെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രാംഡ് ഫീലോ കാര്യങ്ങളോ നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വലിയൊരു വിൻഡോ ലൈൻ തന്നെയാണ്. ഗ്ലാസിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആൾട്രോസിൽ ഒരു ശരിക്കും ഒരു എനിക്ക് തോന്നുന്ന ഒരു വൈറ്റിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബീജിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ശരിക്കും അതൊരു വൃത്തികേടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പക്ഷേ ഡാർക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ അത് അറിയുന്ന പോലുമില്ല. അതും ഒരു ബ്ലാക്ക് എലമെന്റ് ആയിട്ട് മാറി അത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. താഴെ വരുമ്പോൾ നോർമലി ഉള്ള ഒരു ഡോർ ഹാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ വേറെ ഈ പറഞ്ഞ പോലെ ക്രോം നമ്മുടെ പ്ലാസ്റ്റിക് ഗാർണിഷിന്റെയോ ബ്ലാക്ക് ഗാർണിഷിന്റെ കാര്യങ്ങളോ ഒന്നും കളിയൊന്നും ഇതിനകത്തില്ല. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഡോറിന്റെ ആ ഒരു ഹാൻഡിൽ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻബിൽട്ട് ആയിട്ടാണ് ആ ഡോർ ഹാൻഡിൽ വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലത്തെ ടെയിൽ ലാമ്പിന്റെ ആ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഫ്രണ്ടിലത്തെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ആ ഒരു കളി നമ്മുടെ ബാക്കിലത്തെ ആ ഒരു ടെയിൽ ലാമ്പിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിലും ശരിക്കും എന്താ പറയാ ആ ലൈറ്റിന്റെ ഒക്കെ ഫിനിഷ് ഒക്കെ അതൊരു LED ലൈറ്റ് അല്ല, നോർമൽ ഹാലജൻ ലൈറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇരുന്നാൽ പോലും ആ ഒരു LED ലൈക്ക് ഫിനിഷ് ഒക്കെയാണ് ആ ഒരു വെഹിക്കിളിന്റെ ആ ഒരു ടെയിൽ ലാമ്പിന് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്താണ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ കാണുന്ന ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മിയാണ്. ഇതിന് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വരുന്നത്. പിന്നെ സെൻട്രലിലേക്ക് വരുമ്പോൾ അതും ഈ പറഞ്ഞ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും കണക്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മുടെ കണക്ട് ടെയിൽ ലാമ്പ് ആണല്ലോ. അടുത്തിനിപ്പോൾ ചിലപ്പോൾ ഇനി ആൾട്രോസിൽ ഇനി ഒരു ഫേസ് ലിഫ്റ്റ് വല്ലതും വരുവാണെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ ഇനി നമുക്കൊരു കണക്ട് ടെയിൽ ലാമ്പ് പ്രതീക്ഷിക്കാം. എന്നാലും കാര്യം ടാറ്റയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്ട് ടൈമിലെ ടെയിൽ ലാമ്പിലേക്കൊക്കെ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ടാണ് ടാറ്റയുടെ ആ ഒരു ലോഗോ വരുന്നത്. ആൾട്രോസ് എന്നുള്ള ആ ഒരു ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ആ ഒരു എഴുത്ത് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഈ ഭാഗത്താണ് അതിന്റെ ആ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നത്. റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻ ആണ് ഈ ഒരു വെഹിക്കിളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഈ ഐ ടർബോ, അതായത് വാഹനത്തിന്റെ ഐ ടർബോ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ശരിക്കും ആ ഒരു ബമ്പറിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അതിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്. അത് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെ ആയിട്ട്.
ഈ കാണുന്നത് ഈ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും വാഹനത്തിന്റെ റിവേഴ്സ് ഫോഗ് ലാമ്പ് ആണ്. പിന്നെ ഇതിന്റെ ആ ഒരു റിഫ്ലക്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്, രണ്ട് ഭാഗത്തായിട്ടാണ് അത് ശരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് അതിലും ഈ പറഞ്ഞത് ഒരു എസ് യു വി ലൈക്ക് സ്റ്റാൻസ്, ശരിക്കും പ്രീമിയം ഹാഷ് ബാക്ക് ആണെങ്കിലും ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ ഒരു എസ് യു വി ഫീൽ നമുക്ക് വെഹിക്കിളിന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാര്യം ആ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് എലമെന്റ് ഒക്കെ കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. പിന്നെ ഇനി മേളിലേക്ക് വരുമ്പോൾ വെഹിക്കിളിന് നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഡിഫോക്കേഴ്സും അതുപോലെ തന്നെ വൈപ്പേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, നല്ല സ്ലാൻഡിങ്ങോട് കൂടി ഒരു ഗ്ലാസ് ഏരിയയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ തന്നെ ടാറ്റയിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു വോക്കൽ ഫോർ ലോക്കൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ടാറ്റയുമായിട്ടൊക്കെ പങ്കിടാനായിരിക്കാം ആ ഒരു വോക്കൽ ഫോർ ലോക്കൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മേളിലേക്ക് വരുമ്പോൾ ആ ഒരു സ്പോയിലർ, ഇതിനൊരു പ്രത്യേക സ്പോയിലർ ഫിനിഷ് ഒന്നും വരുന്നില്ല. ആ ഒരു സ്പോയിലറിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു എന്താ പറയുക, പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു സ്പോയിലറിന്റെ ആ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട് റിയറിൽ നോക്കുമ്പോൾ. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൂടെ വരുന്നുണ്ട്. അതിൽ ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ റിയർ വൈപ്പറിന്റെ വാഷറാണ്. നമ്മുടെ ഈ കാണുന്ന ടാറ്റയുടെ ആ ഒരു ക്രോം ലോഗോയുടെ ബാക്കിലായിട്ടാണ് ശരിക്കും ഇതിന്റെ ആ ഒരു ബൂട്ട് തുറക്കുന്ന ആ ഒരു സ്വിച്ച് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ബൂട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശരിക്കും 345 ലിറ്റർ അങ്ങനെ കാര്യമായിട്ട് കിടക്കുവാണ്. അത്രയ്ക്ക് രീതിയിലാണ് അതിന്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു നമ്മുടെ ഈ കവറൊക്കെ ഹൂക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അതിന്റെ ടോയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 kg എങ്ങാണ്ടാണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു ബൂട്ടിനുള്ള ആ ഒരു ലാമ്പ് വരുന്നത്. പിന്നെ ഈ കാണുന്നത് ISO ഫിക്സിന്റെ ആ ഒരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്പെയർ ടയർ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം സൈസ് കുറഞ്ഞൊരു സ്പെയർ ടയർ ആണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കുക, കാര്യം ടയറിട്ട് ഓടിക്കുമ്പോൾ സ്പീഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഓടിക്കുക. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇവരുടെ ഒരു പങ്ക്ചർ റിപ്പയർ കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് അതിരിക്കുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോക്ക് അബ്സോർബറിന്റെ ഒക്കെ ആ ഒരു കവറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അത്യാവശ്യം നല്ല വലിയ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം. ടാറ്റ ആൾട്രോസിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ശരിക്കും അതിന്റെ ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ടാറ്റ ആൾട്രോസിന്റെ ആ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് എഡിഷൻ എന്ന് ശരിക്കും പുറമെ പറയുന്ന പോലെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴും അതേ ഡാർക്കാണ് ആ ഒരു തീം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾട്രോസിന്റെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ എന്നെ ശരിക്കും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഡിസൈനിന്റെ, അതായത് നമ്മുടെ ആ ഒരു ചോപ്പ് ടോപ്പ് ഞാൻ നേരത്തെ പുറത്ത് പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ചെറുതായിട്ടൊക്കെയാണ് നമുക്ക് ആ ഫീൽ ചെയ്യുന്നത്. പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന എനിക്ക് സിവിക്കിനകത്തൊക്കെയാണ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം എനിക്കിപ്പോൾ ആൾട്രോസിനകത്ത് കയറിയപ്പോൾ ആ ഒരു രസം, അതായത് ആ ഗ്ലാസ് ഇങ്ങനെ ചരിഞ്ഞിറങ്ങി പോകുന്ന ആ ഒരു ഫീൽ ഇതിനകത്താണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ പ്രീമിയം, അതായത് ആ ഒരു ഇന്റീരിയറിന്റെ ആ ഒരു എന്താ പറയുക കളറിന് ശരിക്കും ടാറ്റ എടുക്കുന്നത് പ്രീമിയം ഗ്രാനൈറ്റ് ബ്ലാക്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു ഗ്രേയും അതുപോലെ തന്നെ ബ്ലാക്കുമായിട്ടൊരു തീമാണ് ശരിക്കും ഇന്റീരിയറിൽ വരുന്നത്. ഇന്റീരിയർ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഒരല്പം വൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ വരുന്നത്. അതിൽ ടോപ്പിലായിട്ട് ആ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. താഴെ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗമായിട്ട് നമുക്ക് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഒരു കളിയാണ് ഇവിടെ കാണുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാണ് നമ്മുടെ ഗ്ലോ ബോക്സിന്റെ ആ ഒരു ഓപ്പണർ വരുന്നത്. ഇതാണ് അതിന്റെ ഗ്ലോ ബോക്സ് വരുന്നത്, കൂൾഡ് ഗ്ലോ ബോക്സ്. അതുപോലെ തന്നെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെന്ററിലേക്ക് വരുമ്പോൾ ശരിക്കും ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ആ ഒരു എന്താ നമ്മുടെ ഹാസർഡ് ലൈറ്റിന്റെ സ്വിച്ചും പിന്നെ അതുപോലെ ആ ഒരു ആൾട്രോസ് എന്നുള്ള എഴുത്ത്, പിന്നെ സെൻട്രലിലുള്ള നമ്മുടെ ആ AC ഗ്രില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു പ്രത്യേകം ഒരു പീസിൽ എടുത്ത് വെച്ചതുപോലെയാണ് ശരിക്കും ആൾട്രോസിന്റെ ഇന്റീരിയറിൽ ആ ഒരു ഡിസൈൻ വരുന്നത്. അതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു മൂഡ് ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അത് ഹാർമന്റെ സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. അതിൽ ഐറ കണക്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AC ഒക്കെ കൺട്രോൾസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇങ്ങനെയുള്ളത് വയർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു AC ആ ഒരു എലമെന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ കാണുന്നതൊക്കെ ഫിസിക്കൽ സ്വിച്ചസ് AC ആണ്. അതിന് താഴേക്ക് വരുമ്പോൾ 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ USB ചാർജറും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മീഡിയ പ്ലേബാക്കും വരുന്നത്. പിന്നെ വേറെ വയർലെസ് ചാർജറോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിൽ വരുന്നില്ല. ബട്ട് ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വയർലെസ് ചാർജർ വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു 5 സ്പീഡിന്റെ ആ ഒരു ഗിയർ ബോക്സ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. ഇത് ഈ കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഡ്രൈവ് മോഡുകളാണ്. ഡ്രൈവ് മോഡ് ഈ വെഹിക്കിളിൽ വരുന്ന 2 ഡ്രൈവ് മോഡാണ്. ഒന്ന് സിറ്റി, പിന്നെ ഒന്ന് സ്പോർട്ട് എന്നുള്ള ഡ്രൈവ് മോഡാണ് വരുന്നത്. പിന്നെ ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ചെറിയ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ കാണുന്നത്, 2 യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ നമുക്ക് ഈ കാണുന്നത് ഇതിന്റെ താക്കോലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആൾട്രോസിന്റെ കീ ഫോബ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നല്ലൊരു സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ലെതർ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് ടൈപ്പ് ആണ്, ലോക്ക് അല്ല. ഇവിടെ ആയിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് അതിനും കൊടുത്തിട്ടുണ്ട്.
പിന്നെ എടുത്തു പറയേണ്ടത് ശരിക്കും ടാറ്റ ആൾട്രോസിന്റെ ആ ഒരു സീറ്റിന്റെ ഡിസൈനാണ്. ശരിക്കും കാണുമ്പോൾ ആ ഒരു നമ്മുടെ ആ കുത്തൊക്കെ കാണുമ്പോഴേ ആ ഒരു ഹോളൊക്കെ കാണുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആൾട്രോസിന് വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നില്ല. പിന്നെ അതൊരു ലെതററ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സീറ്റിന്റെ ഡിസൈൻ വരുന്നത്. ശരിക്കും നല്ല ബോൾസ് സപ്പോർട്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് വേണം പറയാനായിട്ട്. അതിൽ ഡാർക്ക് എഡിഷനിൽ എടുത്ത് രസമായിട്ട് തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഹെഡ് റെസ്റ്റിൽ ഡാർക്ക് എന്നുള്ള ആ ഒരു തീമൊക്കെ എഴുതിയിരിക്കുന്നത് വളരെ രസകരമായിട്ട് വേണം പറയാനായിട്ട്. തൈ സപ്പോർട്ടിന്റെ കേസ് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ഒരു തൈ സപ്പോർട്ടോട് കൂടി സീറ്റ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എ സിയുടെ നേരത്തെ കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ പറ്റും, ഈ വെഹിക്കിളിനകത്ത് എക്സ്പ്രസ് കൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. കാര്യം ആ ഒരു ടൈമിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വണ്ടിയുടെ എ സി ഫുൾ ഫ്ലഡ്ജിൽ വർക്ക് ആവുകയും അതുപോലെ തന്നെ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് താഴുകയും പെട്ടെന്ന് തന്നെ അകത്തിരിക്കുന്ന ചൂടൊക്കെ പുറത്ത് കളഞ്ഞ് നമ്മളെ തണുപ്പിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും എക്സ്പ്രസ് കൂൾ വരുന്നത്. അതിപ്പോൾ വരുന്ന എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും ടാറ്റയുടെ എല്ലാ കാറുകളിലും വരുന്നുണ്ട് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഡോർ പാഡിൽ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിക്കിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡോർ പാഡിന്റെ ഡിസൈൻ വരുന്നത്. കാര്യം അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷനിലൊക്കെയാണ് ശരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക മിററൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ വരുന്നത്. അതിൽ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ് റെസ്റ്റിന്റെ ഏരിയ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രിപ്പി പോർഷൻ ആയിട്ട് നമുക്ക് അവിടെ ഒരു ഫാബ്രിക്കിന്റെ ഒരു ഫിനിഷ് ഇവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഇതിന്റെ പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിനെ ലോക്ക് അൺലോക്ക് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോറിന്റെ ആ ഒരു ലാച്ചിൽ തന്നെയാണ് വരുന്നത്. ഡോറിൽ ഓപ്പണർ ലാച്ചിൽ തന്നെയാണ് അത് വരുന്നത്. പിന്നെ അതിൽ കാണുന്ന ആ ഒരു ചെറിയ ഏരിയ ട്വിറ്റർ അതിലല്ല വരുന്നത്. ശരിക്കും ട്വിറ്റർ വരുന്നത് ഇതിന്റെ ആ ഒരു അകത്തുള്ള ആ ഒരു എ പില്ലർ സെക്ഷനിലാണ് നമുക്ക് ആ വെഹിക്കിളിന്റെ ആ ഒരു ട്വിറ്റർ വരുന്നത്. ഇനി താഴേക്ക് നോക്കുമ്പോൾ ഡോർ പാഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡേഴ്സും പിന്നെ അതുപോലെ തന്നെ അംബ്രല ഹോൾഡറും ഒക്കെയാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ആ ഒരു നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു വലിയ സ്പീക്കർ സിസ്റ്റത്തിന്റെ ആ ഒരു ഇതാണ് കാണുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. ഇതിൽ വേറെ സബൂഫറ കാര്യങ്ങളൊന്നും വരുന്നില്ല. 4 ഡോറിലും 8 സ്പീക്കേഴ്സ്, അതായത് 4 ട്യൂട്ടേഴ്സും 4 സ്പീക്കേഴ്സും ആണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൽട്രോസിന്റെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ അത് ഒരു ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വെഹിക്കിളിന് വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് വളരെയധികം രസകരമായിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. സെൻട്രലായിട്ട് ശരിക്കും സ്റ്റിയറിംഗിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയിട്ട് ആ ഒരു ക്രോം എലമെന്റ്, അതായത് സെൻട്രൽ പോർഷൻ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റിയറിംഗിന്റെ ഡിസൈൻ വരുന്നത്. അതിൽ നമുക്ക് ഈ സെൻട്രൽ പോർഷനിലായിട്ട് നല്ലൊരു വലിയൊരു ടാറ്റയുടെ ലോഗോ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഹോണിന്റെ സ്വിച്ച് നമ്മൾ വിചാരിക്കും ഇവിടെ പ്രസ് ചെയ്യണമെന്ന്, വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുന്നത് നമുക്ക് ഹോൺ ആക്റ്റീവ് ആവുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ ഇതിന്റെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചുകളായി കാണുന്നത്. ഈ കാണുന്നത് ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസിന്റെ സ്വിച്ചുകളാണ്. ഈ വാഹനത്തിന് 2 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇതിന് ശേഷം ഇറങ്ങുന്ന പുതിയ മോഡൽസിനാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് വരുന്നത്. അതായത് ഇപ്പോൾ വരുന്ന റീസെന്റ് അപ്ഡേറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് വരുന്ന മോഡൽസ് വരുന്നിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആയിട്ട് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. കാര്യം ഇതിന്റെ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വളരെയധികം അത്യധികം രസമായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഈ കാണുന്നത് ശരിക്കും വൈപ്പേഴ്സിന്റെ കൺട്രോൾസ് ആണ്. ഇതിൽ ഓട്ടോ വൈപ്പർ സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വെഹിക്കിളാണ്. ഇതിൽ ഈ കാണുന്നത് നമ്മുടെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹെഡ് ലാമ്പിന്റെ കൺട്രോൾസ് ആണ്. ഇതിൽ ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്ന വെഹിക്കിളാണ് ഈ കാണുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം രസകരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും സെമി ഡിജിറ്റൽ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഡിസൈൻ വരുന്നത്. ഡിജിറ്റലായിട്ട് നമ്മുടെ അനലോഗ് ആയിട്ട് വരുന്നത് ശരിക്കും കിലോമീറ്ററിന്റെ ആ ഒരു റീഡിംഗ് ആണ്. അതിനുശേഷം ഈ കാണുന്ന പോർഷനിലാണ് ശരിക്കും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു റെഡ് കാണുന്നില്ല, ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ ഫുൾ ആണെന്നുണ്ടെങ്കിൽ മൊത്തം റെഡ് ആയിട്ട് കാണിക്കും. ഇല്ല തന്നെ കുറഞ്ഞു വരുന്ന അതിനകത്ത് അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ ആ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ വീല് ശരിക്കും ഇപ്പൊ കറക്റ്റ് പ്രോപ്പർ അലൈനിലല്ല കിടക്കുന്നത്, സ്ട്രെയിറ്റിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആക്കാനായിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ് ശരിക്കും അതിനകത്ത് കാണിക്കുന്നത്, അലൈൻ സ്റ്റിയറിംഗ് വീൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രിപ്പ് ആവറേജ് ഫ്യൂല്, പിന്നെ അതിന്റെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫോഗ് ലാമ്പിന്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത് കാണുന്നത് റിയറിൽ വരുന്ന ഫോഗ് ലാമ്പ് ആണ്. ഇതെന്ന് പറയുന്നത് വാഹനം നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ വരുന്നൊരു വെഹിക്കിളാണ്. അതിന്റെ ആ ഒരു സ്വിച്ചാണ്. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കാര്യം നമുക്ക് ഏതെങ്കിലും ട്രാഫിക്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ വാഹനം നമുക്ക് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ക്ലച്ചോ അല്ലെങ്കിൽ ബ്രേക്കോ കൊടുക്കുമ്പോൾ അത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവുന്ന ഒരു ഓപ്ഷനാണ്. ഈ കാണുന്നത് ഇതിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ്. അത് ഇലുമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിരിക്കുന്നത്. ഡ്രൈവ് സൈഡിന്റെ ഡോറിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെൻട്രലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ 4 പവർ വിൻഡോയുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് വരുന്ന വിൻഡോ ഓട്ടോ പവർ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ വരുന്നൊരു
വിൻഡോ തന്നെയാണ് വരുന്നത്. അതിൽ ഈ കാണുന്നത് നമുക്ക് എക്സ്റ്റേണലി ഉള്ള റിയർ വ്യൂ മിറർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് നമുക്ക് അതിന് ഓട്ടോ ഫോൾഡും അതുപോലെ ഫോൾഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഒരു നോബിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്, ഒരു ജോയ്സ്റ്റിക് രീതിയിൽ. ഇനി നമുക്ക് ബാക്കിലത്തെ വിശേഷങ്ങൾ നോക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ ശരിക്കും എൻ്റെ കൂടെ ഇന്നൊരു സീറ്റ് കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇളക്കാൻ മടിച്ചിട്ട് അതിനെ ഇളക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഓണറിൻ്റെ ബേബി സീറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ബാക്ക് തന്നെയാണ്, ഈ ഒരു റിയർ ഏരിയ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അതും ഈ പറഞ്ഞ ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ലെഗ് റൂം നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. കാര്യം ഈ സീറ്റ് ഇപ്പം ഏകദേശം ഫുള്ള് ബാക്കിലേക്ക് വലിച്ചിട്ടിരിക്കുക. അത് ഒരു ആൾക്ക് ഇരിക്കാൻ രീതിക്ക് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഇരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു ലെഗ് റൂം ഏരിയ നമുക്ക് ഈ വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ആണ് ഈ കാണുന്നത്. ഇത് നമുക്കത് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു പോക്കറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ വല്ലതും ഹോൾഡ് ചെയ്യാനായിരിക്കണം. പിന്നെ സീറ്റിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ചെറിയ പോക്കറ്റ്സ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മാപ്പ് പോക്കറ്റ്സ് എന്ന് പറയുന്നത്, അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിലത്തെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു താഴ്ന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിൻഡോ ലൈനാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു വെഹിക്കിളിന് കിട്ടുന്നത്. ഫ്രണ്ടിലത്തെ ഡോർ പാഡ് നോക്കിയതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഹാൻഡ് റെസ്റ്റ് ഏരിയ വരുന്നത് ഒരു ഫാബ്രിക് ഇൻസെർട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ആ പവർ വിൻഡോയുടെ സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് ആ ഒരു സ്പീക്കറാണ് താഴെ കാണുന്നത്. അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി സ്പേസ്, നല്ല വലിയ ബോട്ടിൽസ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെ ഈ ഒരു വെഹിക്കിളിന് വരുന്നുണ്ട് ബാക്കിലും. പിന്നെ ഇൻഫോർടൈൻമെന്റ് ബാക്കിലത്തെ ഇതിനും നമുക്ക് ആ പറഞ്ഞ പോലെ മേലൊരു ട്യൂട്ടറിന്റെ ആ ഒരു പോർഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അത് ട്യൂട്ടർ വരുന്നതാണ്, അത് വെറും ഡമ്മിയിൽ ട്യൂട്ടർ വരുന്നതാണ്. പിന്നെ സീറ്റ്സിലേക്ക് വരുമ്പോൾ, ബാക്കിലത്തെ സീറ്റിലേക്ക് വരുമ്പോൾ അതിലും ആ ഒരു ഡാർക്ക് എഡിഷൻ തീം കാര്യമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഹോൾസ് വരുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ശരിക്കും ട്രൈ-ആരോ ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ടാറ്റയുടെ ഒരു പ്രത്യേകം ഒരു ഡിസൈൻ ആണ് ആ ഒരു ട്രൈ-ആരോ ഡിസൈൻ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടൊരു ഡിസൈനാണ് ശരിക്കും വരുന്നത്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ ട്രൈ-ആരോയുടെ കളിയാണ് ശരിക്കും വണ്ടിക്കകത്ത് എന്ന് പറയുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈ സപ്പോർട്ടോട് കൂടിയ ഒരു സീറ്റ് തന്നെയാണ് ആൾട്രോസിനകത്ത് കൊടുത്തിരിക്കുന്നത്. കയറാനും ഇറങ്ങാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ആൾട്രോസിനകത്ത്. പക്ഷേ ഇരുന്നാൽ പോലും അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കംഫോർട്ട് അടിപൊളി എന്ന് വേണം പറയാനായിട്ട്. നല്ല സപ്പോർട്ടോട് കൂടിയ ഒരു ഹെഡ് റെസ്റ്റ് ആണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു ആംറസ്റ്റ് കൂടെ വരുന്നുണ്ട്. അതിൽ വേറെ കപ്പ് ഹോൾഡേഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കേസ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് ബെൽറ്റ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വരുന്നതും ഈ പറഞ്ഞ പോലെ ടിൽറ്റ് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ടെലസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്നില്ല, സ്റ്റിയറിംഗിന് ടിൽറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഡോർ ഹാൻഡിൽസ് വരുന്നത് ശരിക്കും 3 ഡോറിനാണ് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽസ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കേസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും മേളിലേക്ക് വരുമ്പോൾ 2 വാനിറ്റി മിറേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതിൽ പാസഞ്ചർ സൈഡ് മാത്രമാണ് ശരിക്കും വാനിറ്റി മിറർ വരുന്നത്. സെൻട്രലായിട്ട് വരുമ്പോൾ ഒരു വാം വൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു നമുക്ക് റൂം ലാമ്പ് വരുന്നത്. ഒരൊറ്റ റൂം ലാമ്പ് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നുള്ളൂ. സഫീഷ്യൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാര്യം മൊത്തത്തിൽ ഡാർക്ക് തീം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റ് റിഫ്ലക്ഷനും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ആ ഒരു ലൈറ്റ് കുറവാണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് കാണുന്ന ആ ഒരു ചെറിയ സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു സൺഗ്ലാസിൻ്റെ ഒക്കെ ഹോൾഡറാണ് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു റൗണ്ട് പീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മൈക്കാണ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റിയിലേക്ക് കിടക്കാം. നമ്മുടെ ടാറ്റ ആൾട്രോസിൻ്റെ ഡ്രൈവിലേക്ക് വരുമ്പോൾ ശരിക്കും നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു അല്പം റഫ്ഡ് ആയിട്ടുള്ള റോഡിൽ കൂടെ ഓടിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഡ്രൈവ് തന്നെ കേട്ടോ. കാര്യം നമ്മൾ ചെറിയ പ്രീമിയം വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും, അതായത് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അടി തട്ടും അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേടി നമുക്ക് തോന്നും. പക്ഷേ ധൈര്യമായിട്ട് നമുക്കത് കൊണ്ടുപോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വെഹിക്കിളിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാര്യം നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ട്രെച്ച് ആണെങ്കിലും ഒരല്പം പൊങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതിന്റെ സീറ്റ് വരുന്നത് ഡ്രൈവർ സൈഡ് വരുന്ന ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇരുന്നാൽ പോലും ഇതിപ്പോൾ ഡ്രൈവർ സൈഡ് ഒരല്പം ഹൈറ്റ് അഡ്ജസ്റ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പൊക്കം നമുക്ക് ആ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരല്പം സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല രീതിയിലുള്ള ഒരു കട്ടറായിട്ടുള്ള റോഡിൽ കൂടെയാണ് ഒരു വഴി കൂടെ നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കയറുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒട്ടുമുക്കാലും വണ്ടികളുടെ അടി തട്ടുന്ന ഒരു ഏരിയ ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 165 ആണ് വരുന്നത് മില്ലിമീറ്റർ. ഇരുന്നാൽ പോലും അതിന് ആ ഒരു വിഷയമേ വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ കണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഡോർ ഇപ്പോൾ ലോക്കായ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി തുടങ്ങുമ്പോൾ വണ്ടിയുടെ ആ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ
ഫ്രണ്ടിൽ വരുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്കിൽ വരുന്നത് ഒരു സെമി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് ബീം കോയിൽ സസ്പെൻഷൻ ആണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും നോർമലി എല്ലാ വെഹിക്കിളിലും, ഇപ്പൊ നമ്മളെല്ലാം പറയുന്ന എല്ലാ വെഹിക്കിളിലും ഈ ഒരു സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ഓരോ വെഹിക്കിളിന്റെയും രീതിക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഓരോ വെഹിക്കിളിന്റെയും രീതിക്ക് അനുസരിച്ചും ഡിസൈൻ അനുസരിച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. കാര്യം ഈ ഒരു വെഹിക്കിളിന് ഒരു അല്പം സ്റ്റിഫ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം വളവൊക്കെ വളയുമ്പോഴും നമുക്ക് ആ ഒരു ബോഡി റോൾ എന്നുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല. അത്രയ്ക്ക് രസമായിട്ടാണ് ആ ഒരു എന്താ പറയാ സസ്പെൻഷനൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ആ ഒരു ചേസിന്റെ ആ ഒരു ഡിസൈനും കൂടെ, ചാസിയുടെ ഡിസൈനും കൂടെ ആ ഒരു ഇതിലെ രീതിയിൽ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത് ഒട്ടും ഫീൽ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അതൊരു രസമുണ്ട്. ശരിക്കും നല്ലൊരു ഡ്രൈവ് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. പിന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസീവ് ആയിട്ട് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അധികം ഹാർഡൻ ആയിട്ടുള്ള അല്ലാത്ത രീതിയിലാണ് ആ ഒരു സ്റ്റിയറിംഗിന്റെ ആ ഒരു റെസ്പോൺസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മാനുവൽ ആയതാണ്. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 6 സ്പീഡിന്റെ ഒരു DC ട്രാൻസ്മിഷൻ കൂടെ വരുന്നുണ്ട്. 6 സ്പീഡ് DC ട്രാൻസ്മിഷൻ നമ്മളത് എടുക്കുന്നുണ്ട്, ഉടനെ തന്നെ നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ അതിന്റെ ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമുക്ക് എടുക്കുന്നുണ്ട്. ഇനി എനിക്കാണ് അതിലും അത് നമ്മുടെ നോർമൽ ഉള്ള അവരുടെ നാച്ചുറൽ ആസ്പിറേറ്റ് നോർമൽ പെട്രോൾ എഞ്ചിനാണ് ആ ഒരു DC കൊടുത്തിരിക്കുന്നത്. സാധാരണഗതി നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും സാധാരണ എല്ലാവരും ഈ DC അല്ലെങ്കിൽ പക്കാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ടാറ്റ ഈ ടർബോയിൽ DC കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ടാറ്റയോട് വരെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അതെന്നുള്ളത്. എനിവേ എന്തായാലും ആ നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡീസൽ എഞ്ചിനിൽ പോലും നല്ല രീതിയിലുള്ള ആ ഒരു ഡ്രൈവ് തന്നെയാണ്, അതായത് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ശരിക്കും നമുക്ക് അത് ആ വണ്ടിക്ക് കിട്ടുന്നത്. 88 bhp ആണ് ആ വെഹിക്കിളിന് പവർ പറയുന്നത്. 114 ആ വണ്ടിക്ക് NM ടോർക്ക് വരുന്നത്. പക്ഷെ ഇരുന്നാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു സ്മൂത്ത് ഡ്രൈവിംഗ്, ഷിഫ്റ്റിംഗ് ഒക്കെ വളരെയധികം സ്മൂത്ത് എന്നാണ് ആ വെഹിക്കിളിന് പറയാനായിട്ട്. ഇപ്പൊ കണ്ടായിരുന്നു ചെറിയ മറ്റേ ആ ഒരു ഹംസ് ആണ് നമ്മൾ ചാടുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാര്യം സ്റ്റിഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് അകത്ത് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഫീൽ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. സോറി, ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ശരിക്കും ആ ഒരു സ്റ്റിഫ് ആയിട്ടുള്ള സസ്പെൻഷന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ റെസ്പോൺസ് നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് സ്പീഡ് കൂടുമ്പോൾ നമുക്കത് ഒട്ടും ഫീൽ ചെയ്യത്തില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ആ ഒരു സ്റ്റേഡി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിളിന്. പിന്നെ എന്തായാലും ആ ഒരു സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ ആ ഒരു വിൻഡോ ലൈനും ഒക്കെ ശരിക്കും നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഫ്രണ്ടിലത്തെ ആ ഒരു വിൻഡോ ലൈനിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും ചോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കുന്നത്. കാര്യം എനിക്ക് എന്താ പറയാ, ഇങ്ങനെ തലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് വന്ന് ഇറങ്ങുന്ന ആ ഒരു ഫീല് നല്ല രസമായിട്ടുണ്ട് ആ ഒരു ആൽട്രോസിന്റെ ഡിസൈൻ വരുമ്പോൾ. ഈ ഒരു ഫീല് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, എനിക്ക് സിവിക്കിനകത്തൊക്കെയാണ് ആ വണ്ടി ഓടിച്ചപ്പോൾ. സിവിക്ക് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. കാര്യം പഴയ സിവിക്ക് എന്നൊക്കെ പറയുന്നത്, പുതിയ സിവിക്ക് ഞാൻ ഓടിച്ചിട്ടില്ല, പഴയ സിവിക്ക് ഞാൻ എന്തായാലും ഓടിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് വളരെയധികം ഒരു അനുഭവമായൊരു വാഹനമാണ് ശരിക്കും പഴയ സിവിക്ക് എന്ന് പറയുന്നത്, എനിക്കും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിനും. കാര്യം നമ്മളെല്ലാവരും ആ വാഹനത്തിനകത്ത് ആദ്യമായിട്ട് കയറുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് കയറുന്ന ഒരു പ്രീമിയം വെഹിക്കിളാണ് ആ ഒരു സിവിക്ക് എന്ന് പറയുന്ന സെഡാൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കണം എന്നുള്ള പ്ലാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന സിവിക്കാണ്. പിന്നെ ഇപ്പോഴത്തെ പെട്രോളിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ സിവിക്കിന്റെ ആ ഒരു ചിന്ത ഞാനങ്ങ് വിട്ടത്. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു അനുഭവം തന്നൊരു വെഹിക്കിളാണ്. വാഹനം ഇങ്ങനെയാണ്, അതായത് പണ്ട് നമ്മൾ ഗെറ്റ്സും അതൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഈ സിവിക്ക് എന്ന് പറഞ്ഞ വാഹനത്തിൽ കയറുമ്പോൾ അനുഭവം വേറൊരു അനുഭവമായിരുന്നു. ഓക്കെ, അപ്പൊ എനിവേ നമ്മുടെ ഇതിന്റെ ടേണിംഗ് റേഡിയസിന്റെ കാര്യത്തിലേക്ക് വരും. ടേണിംഗ് റേഡിയസ് ഈ ഒരു വാഹനത്തിന് 5 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ സിറ്റിയിലൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ചെറിയൊരു സ്പേസിലേക്ക് നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു അല്പം ക്രാംഡ് ആയിട്ട് തോന്നാം. കാര്യം വണ്ടി തിരിക്കാനൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ട് പോലെ തോന്നാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്ന ഒരു കുഞ്ഞ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരല്പം ഒരു കോൺഫിഡൻസ് നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അസിസ്റ്റൻസ് ഉണ്ട്. ശരിക്കും ടാറ്റയുടെ ഒരു ഐറ കണക്ട് ആണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതിന്റെ ഒരു കുറച്ച് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. കാര്യം നമ്മൾ ഇതിനകത്ത് മോഡ് മാറുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പ്രസ് കൂൾ മോഡിലോട്ട് പോകുമ്പോഴും ഒക്കെ ചേച്ചി നമുക്ക് ഒരു അസിസ്റ്റൻസ് തന്നിട്ടാണ് ശരിക്കും അത് ചെയ്യുന്നത്. സ്പോർട്ട് ഡ്രൈവ് മോഡിൽ ആക്ടിവേറ്റ് ചെയ്തു. ഇത് ഞാൻ തിരിച്ച് വീണ്ടും ഓക്കെ, ഇങ്ങനെ 2 മോഡാണ് ഈ വെഹിക്കിളിന് വരുന്നത്. അപ്പൊ ഇത് ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്ട് ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത്, സ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ ഒരല്പം കൂടി വണ്ടി കുറച്ചുകൂടി അഗ്രസീവ് ആവുന്ന ഒരു ഫീലാണ്. ശരിക്കും നമുക്ക് കാല് കൊടുക്കുമ്പോൾ ആ ഒരു റെസ്പോൺസ് ടർബോ ആയതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ടോർക്കിന്റെ ആ ഒരു ഫീൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് എഞ്ചിനിൽ കിട്ടുന്ന ആ ഒരു ഇതാണ് ശരിക്കും സ്പോർട്ട് മോഡിൽ വരുന്നത്. സിറ്റി ഡ്രൈവ് എന്ന് പറയുമ്പോൾ അധികം എടുത്ത് തെറിപ്പിക്കാതെ നോർമലി ഉള്ള രീതിയിൽ നമുക്കൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ട്യൂണിംഗ് ആണ് ശരിക്കും സിറ്റി മോഡിൽ ശരിക്കും ടാറ്റ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെഹിക്കിളിനകത്ത്. പിന്നെ ഇതിന്റെ ബ്രേക്സിലേക്ക് വരുമ്പോൾ ശരിക്കും ബ്രേക്ക് ഫ്രണ്ട് 2 ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ് വരുന്നത്. പിന്നെ അതുപോലെ ABS വിത്ത് EBD പിന്നെ ESP ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. ABSും ഡ്യുവൽ എയർ ബാഗും ഈ വെഹിക്കിളിന് സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. ഇപ്പോൾ വരുന്നത് ABSും 6 എയർ ബാഗും സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോഴത്തെ വരുന്ന പുതിയ വേരിയന്റിൽ വരുന്നത്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേരിയന്റിനകത്ത്.
പിന്നെ അതുപോലെ തന്നെ ഈ വെഹിക്കിളിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ ഒരു ചരിവിലൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് കൊണ്ടുപോകാം, ധൈര്യമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാം. ബാക്കിലേക്ക് പോകുന്നുള്ള പേടിയാണല്ലോ എല്ലാവർക്കും ഉള്ളത്. കാര്യം ക്ലച്ച്, അതായത് മാനുവൽ വെഹിക്കിളിന് നമുക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി പുറകിലോട്ട് പോകുമ്പോൾ കയറ്റമാക്കാണെങ്കിൽ, ഇതാണ് നമുക്ക് എല്ലാവർക്കും പേടി വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ എല്ലാ വാഹനത്തിലും കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആ ഒരു പേടി നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ പേടിക്കാതെ തന്നെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് ഓടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനുവൽ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ അതുപോലെ എന്തായാലും എഞ്ചിന്റെ ആ ഒരു എന്താ പറയാ ട്യൂണിങ് ആണെങ്കിലും ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ. കാര്യം ഈ ഒരു വാഹനത്തിന് ഇതിന്റെ എല്ലാ വെഹിക്കിൾസിനും നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ എല്ലാത്തിനും വരുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ എഞ്ചിന്റെ മാത്രമാണ് 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നത്. അപ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ നമ്മൾ എല്ലാവരും ചിന്തിക്കും ഭയങ്കര സൗണ്ട് ആയിരിക്കും, ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും, ഇങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു പ്രോബ്ലം നമ്മൾ എല്ലാവരും 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നുണ്ട്. കാര്യം 3 സിലിണ്ടർ എഞ്ചിൻ ഫണ്ട് വരുമ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാലും ഉണ്ട്, 2 കൈയും ഉണ്ട്. അപ്പോൾ ഒരു കൈയോ ഒരു കാലോ ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എല്ലാവരും 3 സിലിണ്ടർ എഞ്ചിനെ പറ്റി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും അവരുടെ തന്നെ വാഹനങ്ങൾ വീണ്ടും 3 സിലിണ്ടറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇതെല്ലാം നമ്മൾ ആ ഒരു കോംപ്രമൈസ് വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിന്റെ ആ ഒരു പ്രൈസിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. ശരിക്കും നല്ലൊരു ഡ്രൈവ് തന്നെയാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പെർഫോമൻസ് ഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. AC ഒന്ന് ഓഫ് ചെയ്യാണ്. പിന്നെ മോഡ് ഞാൻ സ്പോർട്ട് മോഡിൽ ആണ്. ഇപ്പോൾ സിറ്റി മോഡിലാണ്. സ്പോർട്ട് മോഡിലേക്ക് ഞാൻ മാറ്റി. ഓക്കെ, നമുക്കൊന്ന് കാല് കൊടുത്ത് എടുത്തു നോക്കാം. കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. കാര്യം ഒരു ടർബോ വേരിയന്റ് ആണെങ്കിലും നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു കിക്ക് നമുക്ക് ആ ഒരു ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഇരുന്നാൽ പോലും ശരിക്കും ആ നോർമൽ ആൾട്രോസ് ഓടിച്ചവർക്ക് എന്താണ് ഐ ടർബോയുടെ വ്യത്യാസം എന്നുള്ളത് ഈ വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാവുന്നതാണ്. കാര്യം അതിന്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. കാര്യം നാച്ചുറൽ ആസ്പിറേറ്റ് ആയിട്ടുള്ള ഒരു 3 സിലിണ്ടർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും അതുപോലെ തന്നെ ആ ഒരു ടർബോ വെഹിക്കിൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാര്യം ആ ടോർക്കിന്റെ ഒക്കെ വ്യത്യാസമാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിനകത്ത്. എനിവേ ഡ്രൈവ് കൊള്ളാന്ന് വേണം പറയാൻ. കാര്യം പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ആ ഒരു ഡൈനാമിക്സ്, അതായത് സ്റ്റിയറിംഗ് നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നല്ല സ്പീഡ് കൂടുമ്പോൾ ഒരു 60 എബോ ഒക്കെ പോകുമ്പോൾ 60 എബോ 80 എബോ ഒക്കെ പോകുമ്പോൾ ആ സ്റ്റിയറിംഗിന്റെ ആ ഫീഡ്ബാക്കും അതുപോലെ തന്നെ നല്ല രസമായിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. നല്ല കട്ടിയായിട്ട്, അതായത് ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു സ്റ്റിയറിംഗ് ലോക്കായോ എന്നുള്ള രീതിയിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അത്രയ്ക്കും നല്ല ആ ഒരു രീതിയിലുള്ള ഒരു ഡൈനാമിക്സ് ആണ് ശരിക്കും നമുക്ക് ആ ഒരു വെഹിക്കിളിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. ഇനിമേ ബാക്കി നമുക്കുള്ള ഇതിന്റെ ഫീഡ്ബാക്ക്, അതായത് സർവീസിന്റെ കാര്യങ്ങളും അതുപോലെ സർവീസ് ഇന്റർവെൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് വരുന്നത് 15,000 കിലോമീറ്റർ കണ്ടാണ്. 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയർ, അതാണ് ഇതിന്റെ ആ ഒരു സർവീസ് ഇന്റർവെൽ വരുന്നത്. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇതിന് എത്ര മൈലേജ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഓണറോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടാറ്റ ആൾട്രോസിന്റെ ഓണർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ വഴയില ഭാഗത്ത താമസം, ഇവിടെ കടക്കൂടത്താണ്. ഇപ്പം ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിഖിൽ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു ടാറ്റ ആൾട്രോസിന്റെ ഈ ഒരു വെഹിക്കിൾ, അതായത് ഐ ടർബോ എന്ന് പറഞ്ഞൊരു വേരിയന്റിലേക്ക് വരാനുള്ള കാരണം? ഓൾറെഡി ഉള്ള ആൾട്രോസിന്റെ റിവ്യൂസ് ഞാൻ വായിച്ചു നോക്കിയപ്പോഴേക്കും അതിൽ കുറച്ച് പവർ ലാഗ് പറയുന്നുണ്ടായിരുന്നു. മീൻസ് നോർമൽ തന്നെ ഒരു 4 പേര് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ലാഗാണ് വണ്ടി കുറച്ചൊന്ന് വലിഞ്ഞു പോകാനായിട്ടൊക്കെ. അതായത് ഐ ടർബോയുടെ ആണോ അല്ല 1.2 ലിറ്ററിന്റെ? സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഇതിലേക്ക് പോയത്. ഐ ടർബോ ആകുമ്പോഴേക്കും നമുക്ക് 4 പേര് ഇരുന്നാലും സുഖമായിട്ട് പോകാം. പിന്നെ ഇതിനകത്ത് സ്പോർട്സ് മോഡ് ഉണ്ട്, എന്തെങ്കിലും പിന്നെയും ലോഡ്, അതായത് അപ്പോൾ 5 പേരാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡ് ഇട്ടാലും നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിച്ച് പോകുന്നേ ഉള്ളൂ. ലോങ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം കംഫർട്ടബിൾ ആണ് ലോങ് ആയാലും എന്തായാലും. അപ്പോൾ ലോങ് ഒക്കെ എത്ര ദൂരം പോയിട്ടുണ്ട്? ഞാൻ ഇവിടുന്ന് കണ്ണൂർ വരെ പോയിട്ടുണ്ട്. കണ്ണൂർ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തൊരു ബാംഗ്ലൂർ പോകേണ്ട നോക്കുന്നുണ്ട്. ഞാൻ ലീവൊക്കെ ഒത്തു വരുമ്പോഴേക്കും പോകാന്നുള്ളൊരു ഇതിലാണുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ട്? അതായത് ലോങ്ങിൽ ഓടുമ്പോഴും സിറ്റിയിൽ ഓടുമ്പോഴും? സിറ്റിയിൽ ഓടുമ്പോൾ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇവിടെയുള്ള ഒരു ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു 11, 10:30, 11, 12. അത് നമുക്ക് മീൻസ് ഹൈവേയിലാണ് ഉദ്ദേശിച്ചത്, സിറ്റി തന്നെ. സിറ്റി നോർമൽ നമ്മുടെ അധികം ട്രാഫിക് ഇല്ലാതെ സമാധാനത്തിൽ പോവുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 12, 13 ഒക്കെ കിട്ടുന്നുണ്ട് സത്യമായിട്ട്. അല്ല ഹൈവേയിൽ പോവാണ്, ഇപ്പം ഹൈവേ പോകണമെങ്കിൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്, ഹൈവേ പോകുന്നുണ്ടെങ്കിൽ 16, 17 ഒക്കെ സുഖമായിട്ട് കിട്ടും.
അത് ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ഞാൻ യൂസ് ചെയ്തിട്ടും കിട്ടും. അത് എത്രയിലായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു മൈലേജ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? ആക്ടിവേറ്റ് എന്നല്ല, നമുക്കത് 40-50-60 തന്നെ നമുക്ക് ആക്ടിവേറ്റ് നമുക്ക് ആക്കാൻ പറ്റും, ചേഞ്ച് അല്ല ആക്കാൻ അതല്ല താങ്കൾക്ക് ഈ ഒരു മൈലേജ് കിട്ടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എത്ര? ഞാൻ എപ്പോഴും അങ്ങനെയല്ല, ഞാൻ എപ്പോഴും 2500-2000 RPM അപ്പൊ ഈ നമ്മളിപ്പം ഇതിപ്പോ ഇട്ടാലും തന്നെ ക്രൂസ് കൺട്രോൾ ഇട്ടാലും അതും നമ്മൾ നോക്കിയാൽ 2000 RPM മുകളിലേക്ക് അത് പോകത്തില്ല. അതിനകത്തായിരിക്കും അണ്ടറിലായിരിക്കും നിൽക്കും. അണ്ടറിലാണ് മിക്കവാറും മൈലേജ് നമുക്ക് കൂടുതലും കിട്ടുന്ന ഈ ഒരു അണ്ടർ സ്പീഡിലായിരിക്കും മിക്കവാറും. പിന്നെ ഇത് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഇവിടെ എവിടെയാ ചെയ്യുന്നത്? സർവീസ് ഞാൻ ചെയ്യുന്നത് ട്രിവാൻഡ്രം മോട്ടോഴ്സിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഇപ്പോൾ എൻ്റെ ഇപ്പോൾ തേർഡ് സർവീസ് കഴിഞ്ഞു. തേർഡ് സർവീസിൽ എനിക്കിപ്പോൾ വന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു 6500 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഉള്ളത് 15,000 കിലോമീറ്റേഴ്സിലാണ് ഇതിന്റെ സർവീസ് വരുന്നത്. പിന്നെ നമുക്ക് 6 months കൂടുമ്പോഴേക്കും ജസ്റ്റ് ഒരു ടോപ്പ് പോലുള്ള സർവീസ് ഉണ്ട്. അതൊരു 2000-2500 വരുന്നത് അറൗണ്ട്. അതില് ശരിക്കും ഈ ഓയിൽ ചേഞ്ച് അല്ല, ഓയിൽ ടോപ്പ് പിന്നെ ടോപ്പ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എന്തെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് വാഹനം എത്ര ഓടിയിട്ടുണ്ട്? ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇപ്പൊ ഒരു 15,000 ഓടിയിട്ടുണ്ടാവും. 3 വർഷം. എനിക്ക് അധികം ഓട്ടം കുറവാണ്. ഞാൻ കഴക്കൂട്ട് താണ്ട് എനിക്ക് ടെക്നോപാർക്ക് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഇതുള്ളത്. കഴക്കൂട്ടത്താണ് ഇപ്പൊ താമസിക്കുന്നത്? കഴക്കൂട്ടതാണ്. അപ്പൊ എന്തായാലും ടാറ്റ അൾട്രോസിന്റെ കാര്യത്തിൽ താങ്കൾ സന്തുഷ്ടനാണ്? ഹാപ്പിയാണ്. അപ്പോൾ ടാറ്റയുടെ സർവീസിൽ താങ്കൾ സന്തുഷ്ടനാണ്? വേറെ കൊണ്ടല്ല, കാര്യം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇഷ്യൂസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ സർവീസ് മോശമാണ്. അപ്പോൾ ടാറ്റ വണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, വെഹിക്കിൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അവർ ഇറക്കുന്ന എല്ലാ മോഡൽസും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ EV എന്നൊക്കെ പറഞ്ഞാൽ അന്യായമാണ് വെഹിക്കിൾസ് ഒക്കെ. അപ്പോൾ ടാറ്റയുടെ വെഹിക്കിൾ ഓക്കെയാണ്, പക്ഷെ സർവീസിൽ എല്ലാവരും ചില ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഈ കംപ്ലയിൻസ് ഇഷ്യൂസ് ആണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻസ് ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? അത് എങ്ങനെയൊക്കെയാണ് അവർ റെക്ടിഫൈ ചെയ്ത് എത്ര ദിവസം എടുത്തു? നോർമൽ സർവീസിന്റെ കേസ് എനിക്ക് കംപ്ലയിൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അല്ലാണ്ട് ഒരു ഇഷ്യൂ ആയിട്ട് വന്നത് AC-യുടെ ഒരു ചെറിയൊരു ഒരു ഫ്രണ്ടിലത്തെ AC-യുടെ ഒരു അതിനകത്ത് നമ്മൾ മോഡ് മാറ്റുമല്ലോ, നമ്മൾ ഏത് മോഡിലേക്ക് പോകണമല്ലോ, അത് താഴോട്ട് കാറ്റടിക്കണം മുകളിലേക്ക്, അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാപ്പ് അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് മാറ്റി, അത് സർവീസിന് അത് അവരുടെ വാറന്റി തന്നെ ആയിരുന്നു സ്പെയർ മാറ്റിയത്. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ 5 വർഷത്തെ വാറന്റി കൊണ്ട് എടുത്തായിരുന്നു. മീൻസ് അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് അന്നായത് 17 സംതിങ്, ഐ തിങ്ക് 17. അത് ആ ഫസ്റ്റ് ഞാൻ വണ്ടി എടുത്തു. 3 വർഷം. 3 വർഷം. പിന്നെ അഡീഷണൽ 2 വർഷം അപ്പൊ അങ്ങനെ 2 വർഷം കൂടെ എടുക്കുമ്പോഴേക്കും അതിന്റെ മെയിനായിട്ടും 17 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടെ കൂടുതൽ കിട്ടും. നമുക്ക് സ്പേസിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ എടുത്തത്. വാറന്റി 3 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ അല്ലേ? അങ്ങനെ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല അത്. ശരി. പിന്നെ അല്ലാണ്ട് വേറെ ഞാൻ ബ്ലാക്ക് മെയിനായിട്ടും തിരഞ്ഞെടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്നത് ഫിയറ്റിന്റെ പാലിയോ ആയിരുന്നു. അതും സെയിം ബ്ലാക്ക് കളർ ആയിരുന്നു. ഫിയറ്റ് പാലിയോ ഡീസൽ മൾട്ടി-8 എഞ്ചിൻ ആയിരുന്നു. അത് നല്ലൊരു വണ്ടിയായിരുന്നു. മീൻസ് നമുക്ക് നല്ല ടോർക്കി എഞ്ചിനാണ്. ലാസ്റ്റ് നിർത്താനുള്ള സമയത്തുള്ള പാലിയോ ആയിരുന്നു. 2009 റേഞ്ച് ആ സമയത്ത് 2009 ഞാൻ എടുത്തത് വണ്ടി. ആ വണ്ടി നല്ലൊരു വണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷൻ ബ്ലാക്ക് ആയിരുന്നു അത്. അതുപോലെ തന്നെ അത് ഡീസൽ എഞ്ചിനും കൂടെ ആയിരുന്നു, വിത്ത് ടർബോ ആയിരുന്നു. അതിന്റെ ഒരു പഞ്ച് എനിക്കറിയാം എങ്ങനെയാണ് അത് പോകുന്നതെന്നുള്ള പവറും അതിന്റെ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് നോർമൽ വണ്ടിയിലേക്ക് പോകേണ്ടത്, ഞാൻ മെയിനായിട്ടും ടെർബോയിലേക്ക് പോയ മെയിൻ കാര്യം അതാണ്. പിന്നെ ആ ഒരു ബ്ലാക്ക് എന്നുള്ളത് വേറൊരു ഗുണം, അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കൊണ്ട് ഞാൻ എടുത്തത്. പൊതുവേ ഈ ടാറ്റ അൾട്രോസിന് ഡീസലോട് വരുന്നുണ്ട്, അപ്പൊ അന്ന് ഡീസൽ നോക്കില്ലായിരുന്നു? ഞാൻ ഡീസലായിരുന്നു എടുത്തത്, പക്ഷേ ഡീസൽ എനിക്ക് ഓട്ടം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെട്രോൾ മതി എന്ന് വെച്ചു. കാരണം ഡീസലാകുമ്പോൾ പിന്നെ അധികം നാൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീസലിന്റെ കാർബറേറ്റർ ഇഞ്ചക്ടർ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് പണ്ട് പാലി നിർത്തിയതുപോലെ ഇനി ഡീസൽ എഞ്ചിൻ നിർത്തുമെന്നുള്ളതും അതും പറയാൻ പറ്റത്തില്ല. ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ. അപ്പൊ അതുകൊണ്ട് ഡീസലിലേക്ക് പോകാതെ പെട്രോൾ ആണെങ്കിൽ സേഫ് ആയിട്ട് നമ്മുടെ കൊണ്ടുപോകാം എന്നുള്ള രീതിക്കാണ് അത് എടുത്തത്. പിന്നെ എടുക്കുമ്പോഴേക്കും എന്തായാലും ടോപ്പ് മോഡൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ പോയി പിന്നെ പല മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ടോപ്പ് മോഡൽ തന്നെ എടുക്കാന്ന് വെച്ചാൽ എല്ലാം ഫീച്ചറുകളോടായിട്ടുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എനിവേ താങ്ക് യു നിഖിൽ. അപ്പോൾ നല്ലൊരു റിവ്യൂ തന്നതിന് താങ്ക് യു. കാര്യം കസ്റ്റമർ ഡയറക്റ്റ് പറയുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ ഒക്കത്തുള്ളൂ വാഹനം എത്രത്തോളം റിലയബിൾ ആണ്. അപ്പോൾ കംപ്ലയിൻസ് ഇഷ്യൂ ആണെങ്കിലും അവർക്കത് തുറന്നു തന്നെ പറയാം നമുക്ക് ഈ ഒരു സജസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു വിഷ്യൂസും വരുന്നില്ല. എനിവേ താങ്ക് യു ഫോർ യുവർ വെഹിക്കിൾ ആൻഡ് താങ്ക് യു ഫോർ യുവർ വെരി ഗ്രേറ്റ് റിവ്യൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാറ്റ ആൾട്രോസിന്റെ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശവും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.